അസ്സലാമലൈക്കും. ഇതെന്റെ ഭർത്താവാണ്. കരളിന് ക്യാൻസറാണ്. 50 ലക്ഷം രൂപ വരുന്ന ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. ഞങ്ങളെ വീട് വരെ പണയത്തിലാണ്. എന്നും വേദനയൊക്കെ, രാത്രി ഉറക്കം തന്നെ ഇല്ല. ബാത്റൂമൊക്കെ പോകാനും പോലും ആരും സഹായം ഇല്ലാതെ കഴിയൂല. എനിക്ക് ഈ കുട്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയും. വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. നിങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ. കണ്ണ് ക്യാൻസർ വന്നിട്ട് എടുത്തു കളഞ്ഞതാണോ? ഏത് കണ്ണാ? ആ കണ്ണ് അല്ലേ? ഇപ്പൊ ലിവറിനും ക്യാൻസർ വന്നു അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഭയങ്കര വേദനയാണ്. ഇതിലെ കാല് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ വേദനയാണ്. തുടക്കത്തിൽ വെറും ഛർദി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓരോ ദിവസം കൂടുന്നവർ ഓരോന്നായി ഇങ്ങനെ വേദനയും വള്ളക്കൊരു പുറത്ത് കൊടുത്തും ഭയങ്കര വേദന. രാത്രി ഒന്നും ഉറങ്ങാൻ തന്നെ കഴിയൂല. എന്റെ കുട്ടീന്റെ സൗകര്യമായിട്ടാണ് ചികിത്സ. എല്ലാവരും കൂടി സഹായിക്കണം. കുട്ടീന്റെ ബാപ്പ എന്നെ ക്യാൻസർ പിടിച്ച് 4 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. അതേ വൈക്കഴിഞ്ഞ കുട്ടീനെ പറ്റിയാകാതെക്കട്ടെ. അസ്സലാമലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാട് പഞ്ചായത്തിലെ പന്തലിങ്ങൽ ചെറുമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. സർജുമോന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ആ ഒരു രോഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ സർജുമോ നിൽക്കുന്നത്. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് എഴുന്നേറ്റിരുന്നാൽ അപ്പം തന്നെ കിടക്കണം. ശരീരം മുഴുവൻ വേദനയും, നേരവണ്ണം ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ ഉറക്കം പോലും ഇല്ലാത്തൊരു സാഹചര്യം. അവരുടെ ഭാര്യ പറഞ്ഞതുപോലെ രാത്രിയിലെ മുഴുവൻ ഉമ്മയും ഭാര്യയും രണ്ടറ്റത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേദനിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒഴിഞ്ഞുകൊടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം ഇവര് സർജുമോനെ കൊണ്ടുപോയത് അമൃത ആശുപത്രിയിലാണ്. അമൃത ആശുപത്രിയിൽ നിന്നും മലബാർ ക്യാൻസർ സെന്ററിലേക്കാണ് എഴുതി കൊടുത്തത്. മലബാർ ക്യാൻസർ സെന്ററിൽ പോയപ്പോ അവിടെയും ഇദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോ MBRലേക്ക് കൊണ്ടുപോയി. MBR ക്യാൻസർ സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നാരായണൻകുട്ടി വാര്യർ അല്ലെ ഡോക്ടർ? നാരായണൻകുട്ടി വാര്യർ ഡോക്ടർ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് മരുന്നുണ്ട്, പക്ഷെ ഏറ്റവും ചെലവ് കൂടിയ ചികിത്സയാണ്. 50 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ്. 50 ലക്ഷം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ചികിത്സയാണ്. എല്ലാ മാസവും 4